സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് തേർഡ് മൊഡ്യൂളിലെ ടോപ്പിക്സാണ്. നമ്മൾ ഏകദേശം ഒരു 75 അല്ലെങ്കിൽ 80% നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിയറി ഓഫ് ബെൻഡിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ കോളത്തിനെ കുറിച്ചും അതുപോലെ സ്ട്രെറ്റിനെ കുറിച്ചും നമ്മൾ പഠിച്ചു. അതിൽ വരുന്ന പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. സോ നമുക്കിന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോളത്തിനെ കുറിച്ച് പഠിച്ച സമയത്ത് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. നമ്മുടെ യൂളേഴ്സ് ഇക്വേഷൻ അല്ലെങ്കിൽ ക്രിപ്ലിംഗ് ലോഡ് കാണാനുള്ള ഇക്വേഷൻ π²EI/L² എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അതിൽ നമ്മൾ 4 കേസിൽ വരുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ ആ സമയത്ത് പറയാൻ വിട്ടുപോയ ഒരു കാര്യമായിരുന്നു സ്ട്രെസ് ഇൻറ്റൻസിറ്റിയെക്കുറിച്ച്. അപ്പോൾ നോക്കാം എന്താണ് സ്ട്രെസ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് ഇവിടെ കാണുന്ന പോലെ നമ്മൾ പഠിച്ച കാര്യം ക്രിപ്ലിംഗ് ലോഡ് കാണാനുള്ള ഇക്വേഷൻ P = π²EI/L² ആണ്. അപ്പോൾ I എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ A × K² എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ K = I/√I/A എന്ന് പറയാം. K = √I/A എന്ന് പറയാം. അതിൽ K നമുക്ക് അറിയുന്നുണ്ടായിരിക്കും, അത് ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗിയറേഷൻ ഓഫ് ദ കോളമാണ്. സോ നമുക്ക് ഈ ഒരു L/K എന്ന് പറയുന്ന നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. സ്ലെൻഡർനെസ് റേഷ്യോ, അതായത് ലെങ്ത്തും ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗിയറേഷനും തമ്മിലുള്ള റേഷ്യോ ആണ് സ്ലെൻഡർനെസ് റേഷ്യോ. അപ്പോൾ ആ ഒരു സ്ലെൻഡർനെസ് റേഷ്യോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പറയാൻ പോകുന്നത്. അതായത് സ്ട്രെസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ ശരിക്കും ഈ ക്രിപ്ലിംഗ് ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്രിപ്ലിംഗ് ലോഡ് ഡിവൈഡ് ബൈ ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും. ഇവിടെ അടുത്ത ഇക്വേഷനായിട്ട് ക്രിപ്ലിംഗ് ലോഡ് ഡിവൈഡ് ബൈ ഏരിയ = നമുക്കറിയാം ഇക്വേഷൻ, ക്രിപ്ലിംഗ് ലോഡിൻ്റെ ഇക്വേഷൻ π²E ആയിരുന്നു. E × I ആണ്. അപ്പോൾ നമ്മളവിടെ I നമ്മൾ താഴേക്ക് കൊണ്ടുവരാണ്. അല്ലെങ്കിൽ ഇവിടെ കാണുന്ന പോലെ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, I = AK² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ? I = AK² എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. അതിൽ നമുക്ക് K = നേരത്തെ പറഞ്ഞ പോലെ √I/A എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഉള്ള മേലെ ഉണ്ടായിരുന്ന I അല്ല, ഇവിടെ I ഉണ്ട് π²EI/L² എന്നായിരുന്നു. ആ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, മേലുള്ള I നമ്മൾ താഴേക്ക് കൊണ്ടുവരാണ്. ഓക്കെ, മേലുള്ള I നമ്മൾ താഴേക്ക് കൊണ്ടുവരാണ്. പറഞ്ഞ മാറിപ്പോയി. മേലുള്ള I താഴേക്ക് കൊണ്ടുവരല്ല, നമ്മൾ ഇവിടെ Iക്ക് പകരം നമ്മൾ എന്ത് ചെയ്യാണ്, I = ഈ പറയുന്ന AK² എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ Iക്ക് പകരം എന്ത് ചെയ്യാണ്, I = A × K² ആണ്. സോ നമ്മൾ AK² ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഡിവൈഡ് ബൈ ആദ്യം ഉണ്ടായിരുന്ന L². ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് അതിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് π²E ഇവിടെയുള്ള K² നമ്മൾ താഴേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ മേലുണ്ടായിരിക്കുക π²E × A. അപ്പോൾ ആ A നമ്മൾ നേരത്തെ എവിടേക്ക് പോയിട്ടുണ്ട്, നമ്മളിവിടെ P/A നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. സോ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇക്വേഷനിൽ ആദ്യം P മാത്രമേ ഉള്ളെങ്കിൽ P = π²E × AK² ഡിവൈഡ് ബൈ L² ആണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ P ഇവിടെ ഉണ്ട്, ഇവിടേക്ക് എന്ത് ചെയ്യാം, ഈ A നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ P/A ആയിട്ട് മാറും, = π²E K²/L². സോ നമ്മൾ ഈ K² എന്ത് ചെയ്യാണ്, താഴേക്ക് കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ π²E/π² L²/K² വരും. ഓക്കെ, L²/K². അപ്പോൾ നമുക്ക് രണ്ടിനും കോമൺ ആയിട്ട് സ്ക്വയർ വരുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കോമൺ ആക്കി എഴുതാം, L/K² എന്ന് എഴുതാം. സോ നമുക്ക് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ഇങ്ങനെയായി മാറിയിട്ടുണ്ട്. P/E അതായത് സ്ട്രെസ് ഇൻറ്റൻസിറ്റി = π²E ഡിവൈഡ് ബൈ L/K². ഓക്കെ, അപ്പോൾ L/K എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചാണത് നമ്മുടെ സ്ലെൻഡർനെസ് റേഷ്യോ ആണ്. അപ്പോൾ നമുക്ക്
ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ കാണുന്ന പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ഈ കാണുന്ന പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഈ പഠിച്ച മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാവുന്ന ഈ പഠിച്ച ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു പ്രോബ്ലം ഇക്വേറ്റ് ചെയ്യാവുന്നതാണ്. സോ the elastic limit for a certain type of mild steel is 240 Newton per mm square. അപ്പോൾ ഒരു മൈൽഡ് സ്റ്റീലിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് 240 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. നമുക്കറിയാം അത് എന്താണ്, സ്ട്രെസ്സാണ് അല്ലേ. 240 ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. ആൻഡ് ഇറ്റ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് 2 × 10⁵ ന്യൂട്ടൺ പെർ mm സ്ക്വയർ. അപ്പോൾ നമുക്കറിയാം അത് ഇ ആണ്. 2 × 10⁵ ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് പറയുന്നത് ഇ ആണ്. ഫൈൻഡ് ദ മിനിമം സ്ലെൻഡർനെസ് റേഷ്യോ ഓഫ് എ കോളം. നമ്മൾ എന്ത് ചെയ്യണം, അവിടെ സ്ലെൻഡർനെസ് റേഷ്യോ അഥവാ L/K നമ്മൾ കണ്ടെത്തണം. സച്ച് ദാറ്റ് യൂളേഴ്സ് ഫോർമുല ക്യാൻ ബി യൂസ്ഡ്. അപ്പോൾ യൂളേഴ്സ് ഫോർമുല ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്ലെൻഡർനെസ് റേഷ്യോ കണ്ടെത്തണം. അപ്പോൾ നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചുള്ള ഇക്വേഷൻ അല്ലേ, അതായത് നമ്മുടെ സ്ട്രെസ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലാണ് നമുക്ക് ആ സ്ലെൻഡർനെസ് റേഷ്യോ കൂടി വരുന്നത്. സോ P/A = π² E/L/K ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ സ്ലെൻഡർനെസ് റേഷ്യോ വെച്ചുള്ള ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ തൊട്ട് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ പറഞ്ഞ് ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്ന കാര്യമാണ് നമ്മുടെ ഇലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ, അത് സിഗ്മ തന്നിട്ടുണ്ട്. അത് സിഗ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, സ്ട്രെസ്സാണ്. അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ലോഡ് ബൈ ഏരിയ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനിലെ P/A എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. സിഗ്മ നമുക്ക് തന്നിട്ടുണ്ട് 240 ന്യൂട്ടൺ പെർ mm സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് P/A ഇവിടെ കിട്ടി. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഇക്വേഷനിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അതായത് സിഗ്മ = P/A ആണ്. ഇപ്പോൾ നമുക്ക് അതറിയാം, ഇത് നമുക്ക് അറിയുന്നതാണ്. സോ നമുക്ക് P/A നമുക്ക് കിട്ടി. പിന്നെ π² E/L/K ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ നോക്കുമ്പോൾ എന്തൊക്കെയാണ് അറിയുന്ന കാര്യങ്ങൾ, π² നമുക്ക് ചെയ്യാൻ പറ്റും. ഈ നമുക്ക് ക്വസ്റ്റ്യനിൽ 2 × 10⁵ തന്നിട്ടുണ്ട്. നമുക്ക് L/K² നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ L/K നമുക്ക് അറിയില്ല. അതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത്. സോ എന്ത് ചെയ്താൽ മതി, നമ്മൾ L/K² നമ്മൾ നേരെ ഈക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി. അതുപോലെ ഈ സിഗ്മേനെ നേരെ ഇപ്പുറത്തെ ഈക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പം താഴേക്കും വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ കാണുന്ന പോലെ നമുക്ക് സിഗ്മ ഓൾറെഡി 240 ആണ്, = π² E നമുക്കറിയാം 2 × 10⁵ ആണ്, ഓൾ ഡിവൈഡ് ബൈ L/K ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് ഈ കാണുന്ന L/K നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം. സോ L/K ഹോൾ സ്ക്വയർ = π² 2 × 10⁵ ഓൾ ഡിവൈഡ് ബൈ ഈ 240 താഴേക്കും വരും. സോ ഓൾ ഡിവൈഡ് ബൈ 240. നമുക്ക് കാണേണ്ട വാല്യൂ ഏതാണ്, നമുക്ക് L/K ആണ് കാണേണ്ടത്. അതിൻ്റെ അർത്ഥം നമുക്ക് ഇവിടുന്ന് സ്ക്വയറിനെ ഒഴിവാക്കണം. ഇവിടുന്ന് സ്ക്വയറിനെ ഒഴിവാക്കണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈക്വൽറ്റിൻ്റെ അപ്പുറത്ത് സ്ക്വയർ റൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ചെയ്ത് കിട്ടുന്ന ആൻസർ ആയിരിക്കും നമ്മുടെ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ 90.69 ആയിരിക്കും സ്ലെൻഡർനെസ് റേഷ്യോ കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എളുപ്പമുള്ള പ്രോബ്ലമാണ്. നമ്മൾ സ്ട്രെസ് ഇൻറ്റൻസിറ്റി വെച്ച് ചെയ്യുന്ന പ്രോബ്ലമാണ്. പിന്നെ ഇതിൽ ബാക്കിയുള്ള പ്രോബ്ലംസ് എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് പോയതാണ്. വീണ്ടും ഇനി പറയേണ്ട ആവശ്യമില്ല. നമുക്കിനി ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് അടുത്തായിട്ട് വരുന്ന ഭാഗം റാങ്കൈൻസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ടുള്ള കോളംസ് ആൻഡ് സ്ട്രക്റ്റിൽ വരുന്ന പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യണം. അതായത് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരിക്കുക യൂളേഴ്സ് ഫോർമുലയാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ള ഫോർമുല, അതായത് π² EI/L² എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കവിടെ ലോങ് കോളത്തിൽ വരുന്ന ക്രിപ്ലിംഗ് ലോഡ് മാത്രമേ, അല്ലെങ്കിൽ ബക്കിളിംഗ് ലോഡ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, യൂളേഴ്സ് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ലോങ് കോളത്തിൽ വരുന്ന ലോഡ് മാത്രമേ, ബക്കിളിംഗ് ലോഡ് മാത്രമേ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആ സ്ഥാനത്ത് എന്ത് ചെയ്യണം, നമുക്ക് ഷോർട്ട് കോളത്തിലും അതുപോലെ മീഡിയം കോളത്തിലൊക്കെ വരുന്ന ബക്കിളിംഗ് ലോഡ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കണം. സോ അതിനാണ് ഈ ഒരു റാങ്കൈൻസ് ഫോർമുല കൊണ്ടുവന്നുള്ളത്. Euler's formula does not take into consideration of direct compressive stress.
ഇറ്റ് ഈസ് വാലിഡ് ഓൺലി ഫോർ ലോങ് കോളംസ് അല്ലേ. യൂളേഴ്സ് ഫോർമുല ഓൺലി വാലിഡ് ചെയ്യുന്നതിന് മാത്രമാണ്, ലോങ് കോളത്തിന് മാത്രമേ വാല്യൂ ചെയ്യുന്നുള്ളൂ. വിച്ച് ഫെയിൽസ് ബൈ ബക്ലിംഗ്, അതായത് ലോങ് കോളാണ് ബക്ലിംഗ് കാരണം ഫെയിൽ ആവുന്നത്. അപ്പോൾ ബക്ലിംഗ് കാരണം ഫെയിൽ ആവുന്ന ലോങ് കോളത്തിന് മാത്രമേ നമുക്ക് യൂളേഴ്സ് ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മൾ റാങ്കൈൻസ് ഫോർമുല കൊണ്ടുവന്നുള്ളത്. അതായത് റാങ്കൈൻസ് ഡിറൈവ്ഡ് ദ ഫോളോയിങ് ഫോർമുല വിച്ച് ഈസ് സ്യൂട്ടബിൾ ഫോർ ഓൾ കോളംസ്. പ്രധാനപ്പെട്ട പോയിൻ്റാണ്. എല്ലാ കോളത്തിലും, ലോങ് ആയാലും ഷോർട്ട് ആയാലും മീഡിയം കോളത്തിലൊക്കെ നമുക്ക് ബക്ലിംഗ് ലോഡ് അല്ലെങ്കിൽ അവിടുത്തെ ക്രിപ്ലിംഗ് ലോഡ് അല്ലെങ്കിൽ അവിടുത്തെ ക്രഷിംഗ് സ്ട്രെസ്സൊക്കെ കാണാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് റാങ്കൈൻസ് ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ ഓൾ കോളംസ് വെദർ ദേ ആർ ഷോർട്ട് ഓർ ലോങ്. അപ്പോൾ ഷോർട്ട് ആയാലും ലോങ് ആയാലും ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് റാങ്കൈൻസ് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് അവിടുത്തെ ക്രിപ്ലിംഗ് ലോഡ് കാണാൻ പറ്റും. നമ്മുടെ റാങ്കൈൻസ് ഫോർമുല എന്ന് പറയുന്നത് P ഈക്വൽ ടു സിഗ്മ സി ഇൻറ്റു എ ഹോൾ ഡിവൈഡ് ബൈ 1 പ്ലസ് സ്മോൾ ലെറ്റർ എ ഇൻറ്റു എൽ ബൈ കെ ഹോൾ സ്ക്വയർ. സ്ലെൻഡർനെസ് റേഷ്യോ ആണ് എൽ ബൈ കെ എന്ന് പറഞ്ഞാൽ എൽ ബൈ കെ ഹോൾ സ്ക്വയർ. അപ്പോൾ ഓരോ ടേംസും ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. സിഗ്മ സി എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് കംപ്രസീവ് ലോഡാണ്. എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കോളമാണ്. പിന്നെ ഈ സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ സാധാരണ ഗിവൺ വാല്യൂസ് ആയിട്ട് തരാറുണ്ട്. പിന്നെ എൽ ബൈ കെ നമുക്കറിയാം, അത് സ്ലെൻഡർനെസ് റേഷ്യോ ആണ്. സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, റാങ്കൈൻസ് ഫോർമുല, ഇതാണ് ഇക്വേഷൻ്റെ പേരാണ് റാങ്കൈൻസ് ഫോർമുല. ഇത് ഉപയോഗിച്ച് നമുക്ക് ലോങ് കോൾ ആയാലും ഷോർട്ട് കോൾ ആയാലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെയുള്ള ക്രിപ്ലിംഗ് ലോഡ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ നമ്മളിവിടെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. വളരെ എളുപ്പമുള്ള പ്രോബ്ലമാണ്, എന്നാൽ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ 7 മാർക്കിനും ചോദിക്കാറുണ്ട്. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ക്രിപ്ലിംഗ് ലോഡ് ഗിവൺ ബൈ റാങ്കൈൻസ് ഫോർമുല ഫോർ ട്യൂബുലാർ സ്ട്രെറ്റ് 2.25 മീറ്റർ ലോങ്, ദാറ്റ് ഈസ് 2250 mm ആയിരിക്കും. ഹാവിങ് ഔട്ടർ ആൻഡ് ഇന്നർ ഡയമീറ്റർ ഓഫ് 37.5 mm. അപ്പോൾ ഔട്ടർ ഡയമീറ്റർ നമ്മൾ ക്യാപിറ്റൽ ഡി വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു, ഇന്നർ ഡയമീറ്റർ നമ്മൾ സ്മോൾ ഡി വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. ആൻഡ് 32.5 mm റെസ്പെക്റ്റീവ്ലി. ലോഡഡ് ത്രൂ പിൻ ജോയിൻറ്റ്സ് അറ്റ് ബോത്ത് എൻഡ്സ്. അപ്പോൾ അതൊരു സ്ട്രെറ്റാണ്. നമുക്കറിയാം വെർട്ടിക്കലായിരിക്കില്ല സ്ട്രെറ്റ് ഉണ്ടായിരിക്കുക, ഒന്നെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ടോ ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും നമ്മുടെ സ്ട്രെറ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ അവിടെ പിൻ ജോയിൻ്റ് ആണ് യൂസ് ചെയ്തത്. പിൻ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ ഹിഞ്ചഡാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിൻ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഹിഞ്ചഡ് ജോയിൻ്റ് ആണ്. അതായത് നമ്മൾ ഫിക്സും ഫ്രീ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കില്ലേ, ഫിക്സഡ് ബോത്ത് എൻഡ് ഹിഞ്ചിനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് 4 കേസുകൾ. അതേപോലെ അതിൽ വരുന്ന ഹിഞ്ചഡിന് സമാനമാണ് നമ്മുടെ പിൻ ജോയിൻ്റ് എന്ന് പറഞ്ഞത്. സോ പിൻ ജോയിൻ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഹിഞ്ചഡാണ് കേസ് എന്നുള്ളത്. ബാക്കി നോക്കാം. ടേക്ക് ഈൽഡ് സ്ട്രെസ് ആസ് 315 Nm². അപ്പോൾ അവിടെ ഈൽഡ് സ്ട്രെസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ സിഗ്മ സി ആണ്. അവിടെ കൊടുത്തിട്ടുണ്ട് സിഗ്മ സി 315 Nm² ആണ്. 315 Nm² ആണ്. അതുപോലെ എ ഈക്വൽ ടു 1/7500, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. എ ഈക്വൽ ടു 1/7500, 1/7500 ആണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ക്രിപ്ലിംഗ് ലോഡ് ഫൈൻഡ് ചെയ്യണം അല്ലേ, നമുക്ക് പി ഇവിടെ ഫൈൻഡ് ചെയ്യണം. ക്രിപ്ലിംഗ് ലോഡ് നമുക്കിവിടെ ഫൈൻഡ് ചെയ്യണം, അഥവാ പി ഫൈൻഡ് ചെയ്യണം. നമ്മൾ ഇവിടെ പറഞ്ഞ എന്താണ്, പിൻ ജോയിൻറ്റ്സ് അറ്റ് ബോത്ത് എൻഡ്സ്. ഇതിനർത്ഥം ബോത്ത് എൻഡ് ഹിഞ്ചഡ് ആണ്. അപ്പോൾ നമ്മൾ ഒരു കീവേഡൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അല്ലേ. അപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും ബോത്ത് എൻഡ് ഹിഞ്ചഡ് ആണ്. നമുക്കറിയാം എൽ ഈക്വൽ ടു എന്താണ്, ക്യാപിറ്റൽ ലെറ്റർ എൽ തന്നെ ആയിരിക്കും ഇവിടെ. എന്താണ് അവിടെ വ്യത്യാസമൊന്നും സംഭവിക്കില്ല. നമ്മുടെ പൈ സ്ക്വയർ A/L² എന്ന ഇക്വേഷനിൽ നമ്മൾ എഫക്റ്റീവ് ലെങ്ത് കാണുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഒരു ടേം പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്മോൾ ലെറ്റർ എൽ ഈക്വൽ ഇവിടെ ക്യാപിറ്റൽ എൽ തന്നെ ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇതേപോലെ എഫക്റ്റീവ് ലെങ്ത് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എൽ ഈക്വൽ ടു സെയിം 2250 mm ആയിരിക്കും. നമുക്കിനി ഇവിടെ ഇക്വേഷൻ ഉപയോഗിക്കാം. നമ്മൾ പറഞ്ഞ പോലെ ക്രിപ്ലിംഗ് ലോഡിൻ്റെ ഇക്വേഷൻ പി ഈക്വൽ ടു സിഗ്മ സി ഇൻറ്റു എ ഹോൾ ഡിവൈഡ് ബൈ 1 + a ഇൻറ്റു എൽ ബൈ കെ സ്ക്വയർ. നമുക്ക് ആ ഇക്വേഷൻ നോക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ പി നമുക്ക് ഫൈൻഡ് ചെയ്യണം. പി നമുക്ക് അറിയില്ല. സിഗ്മ സി നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. സിഗ്മ സി നമുക്ക് 315 തന്നിട്ടുണ്ടായിരുന്നു. സോ സിഗ്മ സി നമുക്ക് തന്നിട്ടുണ്ട്. എ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഫൈൻഡ് ചെയ്യണം. എ കാണാൻ എന്ത് ചെയ്താൽ മതി, π/4. അത് നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫൈൻഡ് ദ ക്രിപ്ലിംഗ് ലോഡ് ഗിവൺ ബൈ റാങ്കൈൻസ് ഫോർമുല ഫോർ ട്യൂബുലാർ സ്ട്രെറ്റ് ആണ്. ഇപ്പോൾ ട്യൂബാണ് അല്ലേ, ട്യൂബ്
ഹാവിങ് ഔട്ടർ ആൻഡ് ഇന്നർ ഡയമീറ്റർ. ഇതിൻ്റെ അർത്ഥം ഔട്ടർ ഡയമീറ്റർ 37 mm ഇന്നർ ഡയമീറ്റർ 32.5 mm ആണ്. അപ്പോൾ ഇവിടുത്തെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, അല്ല ഈ ട്യൂബിൻ്റെ ഈ തിക്നെസ് ഉണ്ടല്ലോ, പൈപ്പിൻ്റെ തിക്നെസ്, ഇതിൻ്റെ ഏരിയ ആണ് എന്താ നമ്മുടെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് സാധാരണ π/4 d² ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, π/4 ഇൻറ്റു ക്യാപിറ്റൽ D² മൈനസ് സ്മോൾ d² ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഭാഗത്തിൻ്റെ മാത്രം ഏരിയ കിട്ടുള്ളൂ. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏരിയ കാണാം, ഈ കാണുന്ന ഏരിയ കാണാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, π/4 ഇൻറ്റു ആ ഇക്വേഷൻ ഉപയോഗിക്കുക, ക്യാപിറ്റൽ D² മൈനസ് സ്മോൾ d², നമുക്ക് 274.89 mm² കിട്ടും. അതേപോലെ നമുക്ക് അറിയാം ഇവിടെ സ്ലെൻഡർനെസ് റേഷ്യോ അല്ലേ L/K² വരുന്നുണ്ട്. സ്ലെൻഡർനെസ് റേഷ്യോ L/K² വരുന്നുണ്ട്. അതുപോലെ ക്വസ്റ്റ്യനിൽ നമുക്ക് എ തന്നിട്ടുണ്ട്, സ്മോൾ ലെറ്റർ എ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അറിയാത്ത കാര്യങ്ങൾ നമുക്ക് ഈ പിയും പിന്നെ L/K ആണ് അറിയാത്ത കാര്യങ്ങൾ. ഇവിടെ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മുന്നേ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റേഡിയസ് ഓഫ് ഗിയറേഷൻ എന്ന് പറഞ്ഞാൽ K = √I/A ആണ് അല്ലേ, K = √I/A ആണ്. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്, നമുക്ക് ലെങ്ത്ത് L തന്നിട്ടുണ്ട് അല്ലേ. ഇനി അവിടെ എന്ത് കിട്ടിയാൽ മതി, നമുക്ക് കെയും കൂടി കിട്ടിയാൽ മതി അല്ലേ. L/Kയിലെ L നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, നമുക്ക് K അറിയില്ല. അപ്പോൾ K കാണാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പഠിച്ചിട്ടുള്ള ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം, അതായത് K = √I/A എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യണം, √I/A എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി A നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും, അത് 274.89 mm² കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, I കാണണം. I എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഒരു ട്യൂബുലാർ സെക്ഷൻ്റെ അല്ലേ, ഒരു ഹോളോ സർക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഇക്വേഷൻ ആണ്. നോർമൽ സർക്കിളിൽ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, π/64 d⁴ ആണ് നോർമൽ സർക്കിളിൻ്റെ, അതായത് നിങ്ങളുടെ സർക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ π/64 d⁴ ആണ്. ഇനി അത് ഹോളോ ആകുമ്പോൾ എന്തായി മാറും, π/64 ഇൻറ്റു d⁴ മൈനസ് സ്മോൾ d⁴. നമ്മൾ നേരത്തെ ഏരിയ എടുത്ത പോലെ തന്നെ ഇങ്ങനെ മാറ്റം വരും. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇക്വേഷൻ ഉപയോഗിച്ച് ഇതേപോലെ I അഥവാ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് mm⁴ കിട്ടും. സോ നമുക്ക് Iയും Aയും കിട്ടിയാൽ അവിടെ നിന്ന് എന്ത് കിട്ടും, K കിട്ടും. Kൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, നമുക്ക് ആ √42.307.19 ഡിവൈഡ് ബൈ 274.89 ചെയ്യുമ്പോൾ നമുക്ക് 12.41 mm കിട്ടും. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. അതായത് σc എത്രയാണ് നമുക്കറിയാം, 315 ഇൻറ്റു എ നമുക്ക് 274 ഇവിടെ കാണുന്നുണ്ടായിരിക്കും, 274 ഡിവൈഡ് ബൈ 1 എഴുതി, പ്ലസ് സ്മോൾ ലെറ്റർ എ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 1/7500 ഇൻറ്റു L/K നമുക്ക് എന്ത് കിട്ടി, L നമുക്ക് 2250 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. K എത്രയാണ്, K ഇവിടെ നമുക്ക് 12.41 mm കിട്ടിയിട്ടുണ്ട്. സോ 2250/12.41 ചെയ്യാം. ഫൈനലി നമുക്കിത് ടൈപ്പ് ചെയ്ത് കിട്ടിയാൽ ആൻസർ കിട്ടുക, നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുക ഇവിടെ കാണുന്ന പോലെ 16,094.86 ന്യൂട്ടൺ ആയിരിക്കും. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. നമുക്ക് ആ ഇക്വേഷൻസൊക്കെ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് 7 മാർക്ക് ഇവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അതേപോലെ തന്നെ സെയിം പാറ്റേണിൽ വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, സെയിം പാറ്റേൺ ആണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ഹോംവർക്കായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ നമ്മുടെ സൊല്യൂഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഒരിക്കലും നോക്കി പകർത്തി എഴുതാൻ പാടില്ല. നിങ്ങൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് ഇതേപോലെ ഗിവൺ ഡാറ്റാസ് എല്ലാം എഴുതി വെക്കുക. ശേഷം നമുക്കറിയാവുന്ന ഇക്വേഷൻസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്ത് ചെയ്യാം, നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിൻ്റെ അതേ ഫോർമാറ്റിൽ ചെയ്ത് നോക്കുക, നമുക്കതിൻ്റെ ആൻസർ കിട്ടുന്നതാണ്. സോ നമുക്ക് ആ റാങ്കൈൻസ് ഫോർമുല ഉപയോഗിച്ച് ചെയ്യാനുള്ള പ്രോബ്ലംസ് ഈ ഒരു രീതിയിലാണ് ഉണ്ടായിരിക്കാനുള്ള കാര്യം മനസ്സിലാക്കുക. അതോടുകൂടി നമ്മുടെ ആ ഒരു ടോപ്പിക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നമുക്കിനി ഈ മൊഡ്യൂളിൽ അവസാനം വരുന്ന ഭാഗം നമ്മുടെ ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സിലബസ് നോക്കിയാൽ മനസ്സിലാവും. നമ്മളിപ്പോൾ ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയത് ഇത്രയും ഭാഗമായിരുന്നു. പിന്നെ നമ്മൾ കോളംസ് ആൻഡ് സ്ട്രക്റ്റിൽ നമ്മൾ ഇത്രയും ഭാഗം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ റാങ്കൈൻസ് ഫോർമുല ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചു. നമുക്ക് ഏറ്റവും അവസാനം എടുക്കാനുള്ള ഭാഗം നമ്മുടെ ഈ ഡിഫ്ലക്ഷൻ ഓഫ് ബീമാണ്. സോ നമ്മൾ ആ ഒരു ടോപ്പിക്കിലേക്കാണ് കിടക്കാൻ പോകുന്നത്, ഡിഫ്ലക്ഷൻ ഓഫ് ബീം. അപ്പോൾ അവിടെ നമുക്ക് ഒരു 4 ഇക്വേഷൻസ് പഠിച്ചു വെച്ചാൽ 4 × 2 മൊത്തം 8 ഇക്വേഷൻസ് പഠിക്കാനുണ്ടായിരിക്കും. ആ ഇക്വേഷൻസ് പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ടോപ്പിക്കിൽ നിന്നും എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ 7 മാർക്കിന് ക്വസ്റ്റ്യൻ നമുക്ക് പ്രോബ്ലം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ സെക്കൻഡ് മൊഡ്യൂളിൽ കൂടുതലായിട്ടും പ്രോബ്ലം ആയിരിക്കും ഉണ്ടായിരിക്കാനുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ടോപ്പിക്കിൻ്റെ പേര് ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് ആണ് കേട്ടോ. ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് നമ്മൾ ഈ ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്, നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ നോക്കാം ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. വെൻ എ ബീം ഈസ്
subjected to point load or uniformly distributed load, the beam deflects from its position. അല്ലേ, അതൊരു ബീമിൽ പോയിൻ്റ് ലോഡോ അല്ലെങ്കിൽ UDL അഥവാ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡോ ഒക്കെ ആക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ബീം ഡിഫ്ലക്റ്റ് ആയിപ്പോവും അല്ലെങ്കിൽ അതിന് ഡിഫോർമേഷൻ സംഭവിക്കാറുണ്ട്. എക്സസീവ് ഡിഫ്ലക്ഷൻസ് ക്യാൻ കോസ് വിസിബിൾ ഓർ ഇൻവിസിബിൾ ക്രാക്സ് ഇൻ ബീംസ്. അപ്പോൾ ഈ ഡിഫ്ലക്ഷൻ്റെ അളവ് കൂടുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക, നമുക്ക് വിസിബിൾ ആയിട്ടോ അല്ലെങ്കിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള ക്രാക്കുകൾ ബീമിനകത്ത് ഉണ്ടായിട്ടുണ്ടായിരിക്കും. Therefore, the beam should be stiff enough not to deflect more than permissible limit under the action of the loading. അപ്പോൾ ആ ലോഡിങ്ങിൻ്റെ ആക്ഷൻ കാരണം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ബീം ഒരു പെർമിസിബിൾ ലിമിറ്റിൽ നിന്നും ഒരുപാട് ഡിഫ്ലക്റ്റ് ആയി പോകാൻ പാടില്ല. ഒരു ലിമിറ്റ് വരെ മാക്സിമം ഡിഫ്ലക്റ്റ് ആയി പോകാൻ പാടുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. സോ അതാണ് ഡിഫ്ലക്ഷനെ കുറിച്ച് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി എന്താണ് ഡിഫ്ലക്ഷൻ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇതൊരു ബീമാണെങ്കിൽ ആ ബീം ലോഡ് ഒരു പോയിൻ്റ് ലോഡ് വരുന്ന സമയത്ത് അത് ബെൻഡാവുന്നതായിട്ട് കാണുന്നുണ്ടായിരിക്കും. അതായത് ഡിഫ്ലക്ഷൻ സംഭവിച്ചു അല്ലേ. ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കും, ഇവിടെ ഒരു ഡയമെൻഷൻ കൊടുത്തിട്ട് അതാണ് ഡിഫ്ലക്ഷൻ. അപ്പോൾ ആ ബീമിൻ്റെ ഈ ഒരു സിംപ്ലി സപ്പോർട്ട് ബീമിൻ്റെ ഡിഫ്ലക്ഷനാണ് ഇവിടെ കാണുന്നുണ്ടായിരിക്കുക. കണ്ടോ, അപ്പോൾ ഡിഫ്ലക്ഷൻ നമുക്ക് ഇവിടെ മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണ് ഡിഫ്ലക്ഷൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ അടുത്തൊരു ടേമാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ കാണുന്ന പോലെ ഒരു ആംഗിളാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും ഒരു ആംഗിൾ കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ നോക്കുക, നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന ബീമിൻ്റെ ലൈൻ ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. പിന്നെ എന്ത് ചെയ്യും, ഇവിടുന്ന് ലോഡ് വരുന്ന സമയത്ത് എന്തായി മാറി, അത് ബെൻഡായിട്ടുണ്ട് അല്ലേ. ബീം സാവധാനം ബെൻഡായി മാറി. അപ്പോൾ ഇങ്ങനെ ബെൻഡായിപ്പോയ ആർക്ക് ഓഫ് കോണ്ടാക്റ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ആർക്ക് ഉണ്ടല്ലോ. പിന്നെ ആദ്യം ഉണ്ടായിരുന്ന ലൈന് അല്ലെങ്കിൽ ആ ഒരു ആക്സിസ് ഇങ്ങനെയായിരുന്നു ബീമിൻ്റെ, അല്ലെങ്കിൽ അതിന് പാരലായിട്ടുള്ള ആക്സിസാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ആക്സിസും ഇപ്പോൾ ബെൻഡായിട്ടുള്ള ആ ഒരു കർവേച്ചറും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ സാധാരണ റേഡിയനിലാണ് പറയാറുള്ളത്. ആ ആംഗിളാണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ബീമിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. സോ ജസ്റ്റ് ഡെഫിനിഷൻ ഒന്ന് വായിച്ച് നോക്കാം, എന്താണ് സ്ലോപ്പിനോട് ഉദ്ദേശിക്കുന്നത്. ദ സ്ലോപ്പ് അറ്റ് എനി പോയിൻറ്റ് എലോങ് എ ഡിഫ്ലക്റ്റഡ് ബീം ഈസ് ഡിഫൈൻഡ് ആസ് ദ ആംഗിൾ യൂഷ്വലി മെഷേർഡ് ഇൻ റേഡിയൻസ് that the tangent to the deflected curve known as the elastic curve makes with the original or unloaded horizontal axis of the beam. ഒന്നുമില്ല, ആദ്യം ഉണ്ടായിരുന്ന ഒറിജിനൽ ആക്സിസ് ഉണ്ട് അല്ലെ, ബീമിൻ്റെ ഒറിജിനൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ആക്സിസ്. ശരിക്കും അതിന് പാരലായിട്ട് ആക്സിസാണ് ഈ കാണുന്നത്. ആ ആക്സിസും പിന്നെ അത് ഡിഫ്ലക്റ്റ് ആയതിനു ശേഷം ബെൻഡായതിനു ശേഷം ഉണ്ടാകുന്ന ആ ഒരു റേഡിയസ് ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ആർക്ക് ഉണ്ട് അല്ലേ, അതും ആ ഉണ്ടാകുന്ന ആക്സിസിൻ്റെ ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിളാണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇത് സ്ലോപ്പാണ്, അതുപോലെ ഇത് ഡിഫ്ലക്ഷനാണ്. സ്ലോപ്പും ഡിഫ്ലക്ഷനും മനസ്സിലാക്കി വെക്കുക. ഇതാണ് നമ്മുടെ സ്ലോപ്പും ഡിഫ്ലക്ഷനും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലായി വിചാരിക്കുന്നു, സ്ലോപ്പും ഡിഫ്ലക്ഷനും. സോ നമുക്കിനി ഇവിടെ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ പഠിക്കേണ്ട കാര്യങ്ങൾ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങളാണ്. അതായത് 4 കേസുകളാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, 4 കേസുകളാണ് പഠിച്ചു വെക്കേണ്ടത്. ഒന്ന് ക്യാൻലിവർ ബീമിൽ, ഈ കാണുന്ന പോലെ ക്യാൻലിവർ ബീമിൽ ഇതേപോലെ പോയിൻ്റ് ലോഡ് വരുന്ന സമയത്തുണ്ടാകുന്ന ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനും അതുപോലെ തന്നെ സ്ലോപ്പിൻ്റെ ഇക്വേഷനും. അപ്പോൾ മാക്സിമം സ്ലോപ്പിൻ്റെ ഇക്വേഷനാണ് WL²/2EIയും അതുപോലെ മാക്സിമം ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനാണ് WL³/3EIയും. ഒരു കേസ് വരുന്ന ക്യാൻലിവർ ബീമിൽ ഇതേപോലെ ഫ്രീ എൻഡിൽ പോയിൻ്റ് ലോഡ് വരുന്ന കേസാണ്. 2 ഇക്വേഷൻസ് ഉണ്ട്, ഒന്ന് സ്ലോപ്പിൻ്റെയും ഒന്ന് ഡിഫ്ലക്ഷൻ്റെയും. അതേപോലെ ക്യാൻലിവർ ബീമിൽ സെയിം ക്യാൻലിവർ ബീം, പക്ഷേ അവിടെ UDL ആയിരിക്കും ഉണ്ടായിരിക്കും. ആ കേസിലുണ്ടാകുന്ന മാക്സിമം സ്ലോപ്പിൻ്റെയും മാക്സിമം ഡിഫ്ലക്ഷൻ്റെയും ഇക്വേഷൻ WL²/6EI, അതുപോലെ മാക്സിമം ഡിഫ്ലക്ഷൻ ആണെങ്കിൽ WL³/8EI. സോ ഇവിടെ നിങ്ങൾക്ക് 2 ഇക്വേഷൻ കാണുന്നതായിരിക്കും കേട്ടോ. ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ഒന്ന് സ്മോൾ ലെറ്റർ WL³/6EI ആണ്. ഇവിടെ എന്താണ് ക്യാപിറ്റൽ ലെറ്റർ WL²/6EI ആണ്. വ്യത്യാസം എന്താണ്, ഇവിടെ സ്മോൾ ലെറ്ററും W ആണ്, ഇപ്പുറത്ത് ക്യാപിറ്റൽ ലെറ്റർ W ആണ്. അതുപോലെ ഇവിടെ L³ വന്നിട്ടുണ്ട്, പക്ഷേ ഇവിടെ L² ഉള്ളൂ. ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഈ സ്മോൾ ലെറ്റർ W എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ UDL നമ്മൾ സാധാരണ ഇപ്പോൾ 2 kN/m എന്ന് കൊടുക്കാറുണ്ട്. നമ്മളെന്ത് ചെയ്യും, അതിനെ സാധാരണ പോയിൻ്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ ഒരു കാൻലിവർ ബീമിൻ്റെ ലെങ്ത്ത് ഒരു 6 മീറ്റർ വിചാരിക്കാം. സോ നമുക്ക് ഇവിടുത്തെ കേസിൽ സ്മോൾ ലെറ്റർ W = നമുക്ക് 2 ആണ്,
എന്നാൽ ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യു എന്തായിരിക്കും? ഈ 2 ഇൻറ്റു ആ സ്പാൻ അഥവാ ലെങ്ത്താണ് 2 ഇൻറ്റു 6 12. അതായത് ഒന്നുമില്ല, സ്മോൾ ലെറ്റർ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ ഡബ്ല്യു ഇൻറ്റു എൽ ആണ്. അതുകൊണ്ടാണ് ഇവിടെ എൽ സ്ക്വയറും എൽ ക്യൂബും മാറി മാറി വന്നതും. ഇവിടെ സ്മോൾ ഡബ്ല്യു ആകുമ്പോൾ എൽ ക്യൂബ് ആവും, ക്യാപിറ്റൽ ഡബ്ല്യു ആകുമ്പോൾ എന്തായി? ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഓൾറെഡി സ്മോൾ ലെറ്റർ ഡബ്ല്യു ഇൻറ്റു എൽ ആണ്. സോ ഡബ്ല്യു ഇൻറ്റു എൽ ഓൾറെഡി ചെയ്തു, പിന്നെ ഇവിടെ എൽ ക്യൂബിൻ്റെ ആവശ്യമില്ല. സോ നമ്മുടെ ഇക്വേഷൻസ് നമുക്ക് ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻസ് സ്ലോപ്പിൻ്റെ ഇക്വേഷൻസാണ്. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ 4 നിങ്ങൾ ഓർക്കേണ്ട ആവശ്യമില്ല, ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ക്യാപിറ്റലിൻ്റെ കേസ് മാത്രം ഓർത്ത് വെക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മറ്റൊന്നും കിട്ടും, ആവശ്യം നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ അടുത്ത കേസ് സിംപ്ലി സപ്പോർട്ട് ബീമിലാണ്. സിംപ്ലി സപ്പോർട്ട് ബീമിൽ മിഡ് പോയിൻ്റ് ലോഡ് വരുന്ന കേസാണ് ഒരു കേസ്. അതിൽ ഇക്വേഷൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ WL²/16EAയും ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ WL³/48EAയും ആണ്. അപ്പോൾ സിംപ്ലി സപ്പോർട്ട് ബീമിൽ പോയിൻ്റ് ലോഡായി ലാസ്റ്റ് വണ്ണാണ് സിംപ്ലി സപ്പോർട്ട് ബീമിൽ ഇവിടെ കാണുന്ന പോലെ UDL. സോ ഇവിടെ നമുക്ക് നേരത്തെ പോലെ തന്നെ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ WL³/24EAയും ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ 5WL⁴/384EA ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ UDL നമ്മളാണ് നിങ്ങൾ ആ സ്മോൾ ലെറ്റർ ഡബ്ല്യുവിൻ്റെ കാര്യം ഓർക്കേണ്ടത്. ഓക്കെ, സ്മോൾ ലെറ്റർ ഡബ്ല്യുവിൻ്റെ എൽ ചെയ്ത് നമുക്ക് ക്യാപിറ്റൽ ഡബ്ല്യു കിട്ടും. ഇവിടെ നമുക്ക് ഇവിടെയൊക്കെ സ്മോൾ ലെറ്റർ ഡബ്ല്യു ആണ് യൂസ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം UDLൻ്റെ കേസിൽ നമുക്ക് സാധാരണ UDL ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 2 kN/m തന്നിട്ടുണ്ടായിരിക്കുക. അതേ ഇൻറ്റു ലെങ്ത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ക്യാപിറ്റൽ ഡബ്ല്യു കിട്ടും. അപ്പോൾ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? UDLൻ്റെ കേസിൽ നമ്മൾ ഈ സ്മോൾ ഡബ്ല്യു വെച്ചുള്ള ഇക്വേഷൻ പഠിച്ചാൽ മതി. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ പോയിൻ്റ് ലോഡ് ആകുമ്പോൾ ഇവിടെ ക്യാപിറ്റൽ ഡബ്ല്യു മാത്രമേ വരുന്നുള്ളൂ, നമുക്ക് കൺഫ്യൂഷൻ വരുന്നില്ല. വീണ്ടും ഇവിടെ UDL ആകുമ്പോൾ ഇവിടെ സ്മോൾ ലെറ്ററിൻ്റെയും വരുന്നുണ്ട്, ക്യാപിറ്റൽ വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? അതിലൊന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ഒന്നെങ്കിൽ ഇത് പഠിക്കുക, അല്ലെങ്കിൽ ഇത് പഠിക്കുക. ഏത് പഠിച്ചാലും പരസ്പരം മനസ്സിലാക്കി പഠിക്കണം. ഇതിലും പിന്നെ നമുക്കൊരു ഇക്വേഷനേ വരുള്ളൂ, സ്ലോപ്പിൻ്റെയും ഡിഫ്ലക്ഷൻ്റെയും. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാനായിട്ട് ജസ്റ്റ് ഒരു കീവേഡ് പോലെ ഓർത്ത് വെക്കുക. ഇപ്പോൾ കണ്ടല്ലോ, കോമൺ ഇക്വേഷനിൽ ശരിക്കും മേലെ ഡബ്ല്യുവും വരുന്നുണ്ട്, താഴെ EAയും വരുന്നുണ്ട് അല്ലേ? WL/EA ആണ് വരുന്നത്. ഓക്കെ, സ്ലോപ്പ് ആയാലും ഡിഫ്ലക്ഷൻ ആയാലും WL/EA ആണ് വരുന്നത്. ഇനി ഇവിടെ ഫസ്റ്റത്തെ കേസ് ആദ്യം നിങ്ങൾ ക്യാൻലിവറിൽ പോയിൻ്റ് ലോഡിൻ്റെ കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ L2 E2 വേണമെങ്കിൽ 22 എന്ന് ഓർത്ത് വെക്കുക. അതിൽ തന്നെ ഇതിപ്പോൾ നമ്മുടെ ഇത് സ്ലോപ്പാണ്. ഇനി ഡിഫ്ലക്ഷൻ ആകുമ്പോൾ ഇതേപോലെ WL/EAN ആയിരിക്കും, EAN ആണ്. എന്ത് ചെയ്യണം? ഓർത്ത് വെക്കേണ്ടത് 33 ഓർത്ത് വെക്കുക. 33 അങ്ങനെയല്ല, 33 3EI. ഇവിടെയും പറഞ്ഞ് മാറിപ്പോയി, ഇത് ഈ സ്ക്വയർ അല്ല, എന്താണ് 2EI അല്ലേ? 2EI 22 എന്ന് പറയുമ്പോൾ 2EI. ഈ 2ഉം ഈ 2ഉം കൂട്ടി നമ്മൾ 22 ഉണ്ടാക്കി, ഈ 3യും കൂട്ടി നമ്മൾ 33 ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കാം. നമ്മൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. നിങ്ങളൊരു ഓർഡറിൽ പഠിക്കാം. അതായത് ഫസ്റ്റത്തെ കേസ് എന്താണ്? ഫസ്റ്റ് കേസ് ക്യാൻലിവർ ബീമാണ്. അതിൽ പോയിൻ്റ് ലോഡാണ് അല്ലേ? ക്യാൻലിവറിൽ പോയിൻ്റ് ലോഡ്. രണ്ടാമത്തെ കേസ് എന്താണ്? ക്യാൻലിവർ ബീമിൽ UDL ആണ് അല്ലേ? ക്യാൻലിവർ ബീമിൽ UDL ആണ്. മൂന്നാമത്തെ കേസ് എന്താണ്? SSB ആണ്. സിംപ്ലി സപ്പോർട്ട് ബീമിൽ മിഡ് പോയിൻ്റ് ലോഡ് അല്ലേ? നാലാമത്തെ കേസ് എന്താണ്? സെയിം സിംപ്ലി സപ്പോർട്ട് ബീമിൽ UDL. ഇതാണ് നമ്മുടെ 4 കേസുകൾ. ഓക്കെ, ആദ്യം ക്യാൻലിവർ വിത്ത് പോയിൻ്റ് ലോഡ് അറ്റ് ഫ്രീ എൻഡ്, ക്യാൻലിവർ വിത്ത് UDL, SSB വിത്ത് മിഡ് പോയിൻ്റ് ലോഡും, SSB വിത്ത് UDL. ഇതാണ് നമ്മുടെ 4 കേസുകൾ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓർഡർ പഠിച്ച് വെക്കുക. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. ഈ ഓർഡർ ഒന്ന് ജസ്റ്റ് പഠിച്ച് വെക്കുക. ഇനി നമ്മൾ കീവേഡിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് കേസിൽ എന്ത് ചെയ്യാം? 22 എന്ന് ഓർത്ത് വെക്കുക. രണ്ടാമത്തത് 33. അതായത് ഇത് സ്ലോപ്പും അല്ലേ? ഇത് സ്ലോപ്പും ഇത് ഡിഫ്ലക്ഷനും. 22 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ഓർമ്മ വരണം? നമുക്ക് അറ്റ്ലീസ്റ്റ് WL/EA എന്നുള്ള കാര്യം ഓർമ്മ വരണം. ഇനി എന്ത് ചെയ്യണം? 22 എവിടെ കൊടുക്കുക? WL²2 ഇവിടെ 2EI. അപ്പോൾ നമ്മുടെ ഒരു ഇക്വേഷനായി. അതായത് സ്ലോപ്പിൻ്റെ ഇക്വേഷനും ആയി. ഇനി ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ ആകുമ്പോൾ എന്ത് ചെയ്യുക? ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ ആകുമ്പോൾ 33 ആണ്, WL³ 3EI.
അപ്പോൾ നമുക്ക് കാൻലിവറിൻ്റെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. ഇനി കാൻലിവർ തന്നെ UDL വരുന്ന കേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒന്ന് പഠിക്കാം, ഒരു ഇക്വേഷൻ പഠിക്കാം. അപ്പോൾ മിക്കവാറും നിങ്ങൾ ഈ ഇക്വേഷൻ പഠിക്കുന്നതായിരിക്കും നന്നായിരിക്കാം. അല്ലെങ്കിൽ ഇതായാലും കുഴപ്പമില്ല, രണ്ടായാലും നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഇതന്നെ ഫോളോ ചെയ്യുക. അതായത് ക്യാപിറ്റൽ W ആണല്ലോ, നമുക്ക് എല്ലാത്തിലും ക്യാപിറ്റൽ W എടുത്ത് ശീലിക്കുക. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ ക്യാപിറ്റൽ WL/EI എഴുതാം. അപ്പോൾ ഇതിൽ വരുന്ന ഒരു കേസ് നമ്മുടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 26 എന്ന് ഓർത്ത് വെക്കണം. മറ്റേത് 38, അതായത് WL²/6EAയും നേരെ തിരിച്ചാണെങ്കിൽ തിരിച്ചല്ല, ഡിഫ്ലക്ഷൻ ആകുമ്പോൾ WL³/8EAയും. ഇവിടെ ഇത് ക്യാപിറ്റൽ W എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. ഇതെങ്ങനെ ക്യാപിറ്റൽ W ആക്കുക? നമുക്കവിടെ UDL ആകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 3 kN/m തന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ അതിൻ്റെ ലെങ്ത്ത് ഇപ്പോൾ ഒരു 5 മീറ്റർ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഈ W എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ആ 3 × 5 എന്നുള്ള കാര്യം മറക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാൻലിവറിൻ്റെ 2 കേസ് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമുക്ക് സിംപ്ലി സപ്പോർട്ട് ആകുമ്പോൾ എന്ത് ചെയ്യാം? സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ WL/EI എന്ന് ഓർത്ത് വെക്കണം. ഇവിടുത്തെ വാല്യൂസ് ഏതൊക്കെയാണ്? ഒന്ന് 216ഉം ഒന്ന് 348. അതായത് 216 എന്ന് പറയുമ്പോൾ WL²/16EI ആണ്. ഇനി 348 എന്ന് പറഞ്ഞാൽ WL³/48EI ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചുള്ളത്? ആദ്യം പറഞ്ഞ് 22, 33 ഏതാണ് കേസ്? കാൻലിവർ വിത്ത് പോയിൻ്റ് ലോഡറ്റ് ഫ്രീ ഹാൻഡ്. പിന്നെ പറഞ്ഞത് 26ഉം 38 അത് കാൻലിവർ വിത്ത് UDL അല്ല, 26ഉം 38. പിന്നെ പറഞ്ഞത് 216ഉം 348 അല്ലേ, അത് SSB വിത്ത് പോയിൻ്റ് ലോഡറ്റ് മിഡ് പോയിൻ്റ്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും 26ഉം 38 അല്ലേ. 26ഉം 38 നോക്കുക, ഇതിനിടയ്ക്ക് ഒരു 1 കയറിയ അടുത്ത ആളായി, ഈ 4 ഇവിടേക്ക് കയറിയ അല്ലേ, നമുക്ക് SSB വിത്ത് പോയിൻ്റ് ലോഡ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലൊക്കെ പരസ്പരം റിലേറ്റ് ചെയ്ത് പഠിക്കാവുന്നതാണ്. നമുക്ക് ലാസ്റ്റ് വേണം SSB വിത്ത് UDL ആണ്. അപ്പോൾ ഇവിടെ പിന്നെ നമുക്കിവിടെ W ഒന്നെങ്കിൽ സ്മോൾ ലെറ്റർ WL³ അല്ലെങ്കിൽ മാറ്റി എഴുതാണെങ്കിൽ ഇങ്ങനെ വരും അല്ലേ. അതായത് ക്യാപിറ്റൽ W ആകുമ്പോൾ എന്താ മാറ്റം വരിക? നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ സ്മോൾ ലെറ്റർ W × L³ ആണ് സ്ഥാനത്ത് ക്യാപിറ്റൽ ആകുമ്പോൾ ഒരു L³ ഉള്ളത് കുറയുകയാണ് ചെയ്യുക അല്ലേ. അതായത് ഇവിടെ അതുപോലെ എന്ത് സംഭവിക്കും? ക്യാപിറ്റൽ വെച്ച് എഴുതുകയാണെങ്കിൽ ക്യാപിറ്റൽ W L²/24EI ആയിരിക്കും ഇക്വേഷൻ വരിക. താഴെ ആകുമ്പോൾ 5WL³/384EI. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക? നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഫോർമാറ്റ് ഉപയോഗിച്ച് ഇതും പഠിച്ചു വെക്കുക. ഒന്നുകിൽ 324ഉം അങ്ങനെ 4,354 പഠിച്ചു വെക്കുക. എങ്ങനെയായാലും എന്ത് ചെയ്യുക? നമുക്ക് പഠിച്ചു വെച്ചാൽ ഗുണമാണ്. കാരണം ഡയറക്റ്റ് നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇക്വേഷൻ കൊടുക്കുക, വാല്യൂസ് കൊടുക്കുക, ആൻസർ കാണാം. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കി പഠിക്കുക. സോ നമ്മൾ ഇതിൽ വരുന്ന ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എക്സാം പോയിൻ്റ് ഓഫ് നമുക്ക് ഉണ്ടായിരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ നമുക്ക് 7 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. സോ നമുക്ക് ഇക്വേഷനും ഡിഫ്ലക്ഷനെ കുറിച്ചും മനസ്സിലായി. നമ്മൾ ഈ ക്ലാസ്സിൽ റാങ്കൈൻസ് ഇക്വേഷൻ പഠിച്ചു, റാങ്കൈൻസ് ഫോർമുല പഠിച്ചു. നമ്മൾ അത്യാവശ്യം കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി ഇതിൽ പ്രോബ്ലംസ് നമുക്ക് വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം 1, 2, 3, 4, 5, 6ഓളം പ്രോബ്ലംസ് നമുക്കുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അത് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.